ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പൊങ്കലൊക്കെയല്ലേ, നമുക്ക് സിമ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഒരു ലഡു ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലമാവാണ് എടുത്തേക്കുന്നത്. കടലമാവ് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കുന്നത്. കളർ ആഡ് ചെയ്യേണ്ടവർക്ക് കളർ വേണേലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തരിയൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം, അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി വെള്ളം ഒഴിക്കാം. അങ്ങനെ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണേ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ ബാറ്റർ. ഇതിനൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്ത് കോരി എടുക്കാമേ. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരാം. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ എടുത്തിട്ടുള്ളൂ അണ്ടിപ്പരിപ്പ് മുന്തിരി. അത് ജസ്റ്റ് ഒന്ന് നെയ്യിൽ വറുത്ത് കോരി എടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ നെയ്യിൽ വറുത്ത് കോരി എടുത്തേ. അത് അടുത്ത് നമുക്ക് എണ്ണ ചൂടാക്കാം. ഞാനിവിടെ പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ബാറ്റർ അതിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കാം. നമുക്കിതിലേക്ക് പഞ്ചസാരപ്പാലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് 2-3 ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാമേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തിളച്ച പഞ്ചസാരപ്പാലിലോട്ട് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വറ്റിച്ചെടുക്കണം. പിന്നെ കുറച്ച് ചൂടൊക്കെ ആറുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചൂടോടെ നമുക്കതിന് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനങ്ങനെ ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. അങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്